ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നിപ്പോൾ വാപ്പിച്ചൊക്കെ വന്ന ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങളുടെ ആ ഒരു ദിവസത്തെ കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ചായയുടെ പരിപാടിയെല്ലാം രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഈ ഒരു പാത്രത്തിലെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ ഒരു 2 കിലോത്തോളം അരിയുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 2 കിലോ ഒക്കെ വെക്കാൻ പറ്റിയതാണ്. പിന്നെ ഞാൻ ഇന്നലെ തന്നെ സവാളയും പിന്നെ സാലഡിനുള്ളതും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിലോട്ടുള്ള സവാള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാലഡിൻ്റെയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചിട്ട് സവാള ഒന്ന് വറവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വറവിൻ്റെ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കശുവണ്ടിയും മുന്തിരിയും പിന്നെ വേപ്പിലയും കൂടിയാണ് കേട്ടോ വറുത്ത് കോരി എടുത്ത് വെക്കണത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വറവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ പാനിൽ തന്നെ ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഉണ്ട്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സവാളയുടെ കൂടെ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഒട്ടും കീറിയിട്ടൊന്നുമില്ല, നേരെ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ഇട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സമയത്ത് നമ്മൾ ആ ഫസ്റ്റ് സവാള ഇടുന്ന സമയത്ത് തന്നെ അതിൽ മസാലകൾ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പം ഞാനിത് അരി വേവണ സമയത്താണ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വിട്ടുപോയതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിക്കാണ് കേട്ടോ വെള്ളം എടുക്കാറുള്ളത്. ഇവിടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും അത്യാവശ്യം സമയമൊക്കെ നല്ല രീതിയിൽ തന്നെ വൈകിട്ടുണ്ടായിട്ടാണ്. ഞാൻ ഇറങ്ങണം എന്ന് വിചാരിച്ച സമയത്തേക്കാളും കുറച്ചുകൂടെ ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ഒന്ന് ചെയ്ത് വന്നപ്പോഴേക്കും. അപ്പം ഞാൻ ദേ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പക്ഷെ ഫുള്ളൊന്നും വറ്റിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ടായുള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ അങ്ങോട്ട് അടച്ചു വെക്കാനായിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പിച്ചൊക്കെ അവിടെ ഏകദേശം ഒരു 11:30 മണിക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊരു 10 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയായാലും 10:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ 2 അനിയത്തിമാരും 2 പേരുടെയും വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പറവൂർ എവിടെയെങ്കിലും വെച്ചിട്ട് കാണാമെന്നുള്ള രീതിക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ. ഇതുപോലെ 2 വണ്ടിക്കാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ പോണത്. മറ്റേ അനിയത്തിനെയും കൂടി കൂട്ടിയിട്ട് ഇവിടെ നിന്നും എടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇതിപ്പോൾ ചെങ്ങമനാടാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് എയർപോർട്ടിലോട്ട് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വണ്ടി ഫ്രണ്ടിൽ എടുത്തോളാൻ പറഞ്ഞാൽ ഞാൻ എടുക്കുന്നുണ്ട്. ബാക്കിൽ അവരുണ്ട് കേട്ടോ. അപ്പോൾ കുൽസുമോളും നിച്ചുമോനും കൂടിയാണ് കേട്ടോ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. കുൽസുമോളാണെങ്കിൽ വണ്ടിയിൽ കയറിയപ്പോൾ ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ ഉറങ്ങി വീഴായിരുന്നു. അപ്പോൾ ഞാനൊരു മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിയതാണ് കേട്ടോ. എവിടെയാപ്പോഴേക്കിനും ആൾ ഉറങ്ങിപ്പോയി. പിന്നെ അനിയത്തിമാരുടെ മക്കളാണ് കേട്ടോ വണ്ടിയിലുള്ളത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത്. അനിയത്തിമാർ 2 പേരും മറ്റേ വണ്ടിയിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇപ്പം നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടുള്ള എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതാണല്ലോ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതൊരു കാണുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് കേട്ടോ. ചില സമയം ഭയങ്കര സന്തോഷവും, ചില സമയം അത്ര വലിയ സന്തോഷം തോന്നാറില്ല കേട്ടോ. അത് വേറെ കാര്യം. നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കാൻ പോകുമ്പോൾ വലിയ സന്തോഷമായിരിക്കും അല്ലേ, പക്ഷെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അത്ര വലിയ സന്തോഷമൊന്നും തോന്നാറില്ല. എന്നാലും അങ്ങനെ അവിടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് വാപ്പിച്ചും ഉമ്മച്ചൊക്കെ അവിടെ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവരെത്തിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. വാപ്പിച്ച് വണ്ടിയിൽ വെച്ചിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിയെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളവിടെ എത്തിയ സമയത്ത് ഉമ്മച്ചി കുറച്ചുകൂടെ നീങ്ങിയിട്ടായിരുന്നു കേട്ടോ. വാപ്പിച്ചും കൂടെ ഇറങ്ങി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ വാപ്പിച്ചിനെ കൊണ്ട് നാസി പോണാണ്. പിന്നെ ഇത് 2 അനിയന്മാരാണ് കേട്ടോ, അനിയത്തിമാരുടെ ഭർത്താക്കന്മാരാണ്. അപ്പോൾ അവർ സാധനങ്ങളൊക്കെ എല്ലാവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയാണ് ഉമ്മച്ചിയും അനിയത്തിമാരും കൂടി വന്നത്.
ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് വീട്ടിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഇപ്പോൾ വാപ്പിച്ചി ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോണത്. അപ്പോൾ വാപ്പിച്ചൊക്കെ പറയണേ അവിടെ നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ആ ഒരു പച്ചപ്പ് ആ ഒരു ഭംഗിയൊക്കെ അറിയുള്ളൂ എന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ടാ. അപ്പോൾ അതിനുശേഷം ഞാൻ ചോറൊന്ന് വറവൊക്കെ മുകളിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോറ് വീട്ടിലിരിക്കുകയായിരുന്നു കേട്ടോ, എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാനും അനിയത്തിയും കൂടി വന്നിട്ടാണ് കേട്ടോ മാന്തായിലോട്ട് കൊണ്ടുപോയത്. രാവിലെ എൻ്റെ വീട്ടിലാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയ സമയത്ത് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ വേഗം ചോറൊക്കെ എടുത്ത് ഇപ്പോൾ ബീഫായിരുന്നു കേട്ടോ. ബീഫും ചോറും സാലഡായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അത് തന്നെ വാപ്പിച്ചിയും അനിയനും ഒരാളും കൂടി ഇരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും പിള്ളേരുടെ കളി ബഹളങ്ങൾ എല്ലാം കൂടെ ആയിരുന്നു കേട്ടോ. എല്ലാവരോടും കൂടുമ്പോഴാണല്ലോ ആ ഒരു സന്തോഷമുള്ളത്. കണ്ടില്ല, ഒളിച്ചു കളിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.